ഒരു ഡയറി തയ്യാറാക്കൂ. എന്നിട്ട് എല്ലാ ദിവസവും രാത്രി കൃത്യമായി അതിലെഴുതൂ ദിവസത്തിലെ എത്ര മിനിറ്റുകൾ നിങ്ങൾ മുക്തിക്കായി ചെലവാക്കിയെന്ന്. കണക്കുകൾ വളരെ വ്യക്തമായിരിക്കട്ടെ. അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാതിരുന്നിട്ടും പ്രകൃതി നിങ്ങളെക്കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങൾ എത്രയുണ്ടെന്നും വളരെ സത്യസന്ധമായി എഴുതൂ. എല്ലാ ജോലികളുടെയും കണക്കെഴുതൂ. അതിൽ ആദ്യം എഴുതേണ്ടത് മുക്തിക്കായി എത്ര സമയം നൽകുന്നുണ്ടെന്നതാണ്. പിന്നെ എഴുതൂ, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, സംഭവിക്കാൻ പാടില്ലാത്തവയായി. പക്ഷേ ശരീരം, മനസ്സ്, ഹോർമോൺ, പ്രകൃതി എന്നിവയൊക്കെ അത് ചെയ്യിച്ചു. ഈ കണക്ക് ഓരോ ആഴ്ചയും അങ്ങനെയുള്ള ഒരാൾക്ക് കാണിച്ചു കൊടുക്കൂ. ആർക്ക് മുന്നിലാണോ ഇത് വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അപകടകരമായി തോന്നുന്നത്, അവർക്ക് തന്നെ. രണ്ടാമത്തേത്, നിങ്ങളുടെ മാസ ചെലവിൽ നിന്ന് പറയൂ. സ്വന്തം മുക്തിക്കായി നിങ്ങൾ എത്ര ചെലവഴിക്കും? മാസത്തിൽ നിങ്ങൾ എത്ര ചെലവഴിക്കും? അത് എത്ര വയറിനായി ചെലവാക്കി? സൗന്ദര്യത്തിനായി എത്രേ? അഹങ്കാരത്തിനായി എത്രേ? മോഹങ്ങൾക്കായി എത്രേ? പിന്നെ കാമത്തിനായി എത്രേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് മുക്തിക്കായി ചെലവാക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? സമയം നോക്കി, പണം നോക്കി. ഇനി നിങ്ങളുടെ സാന്നിധ്യത്തെ നോക്കൂ. ഒരു മാസത്തിനിടയിൽ നിങ്ങൾ എവിടെയിരുന്നാലും മുക്തിക്കായി എത്ര ശതമാനം ചിലവഴിക്കും? നിങ്ങളുടെ നിലനിൽപ്പിൽ നിന്ന് മോക്ഷത്തിന് എത്ര ശതമാനം ബാക്കിയുണ്ട്? നിങ്ങളെ ഇവിടെയും കാണാം, അവിടെയും കാണാം. പക്ഷേ എപ്പോഴെങ്കിലും സ്വന്തം മുക്തിക്കായി എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇതിലാണ് യാത്രകൾ വരുന്നത്. നിങ്ങൾ സ്വന്തം മുക്തിക്കായി എപ്പോഴെങ്കിലും ഒരു യാത്ര ചെയ്തിട്ടുണ്ടോ? കാരണം യാത്രകൾ നിങ്ങൾ നടത്തുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, ഓഫീസിൽ നിന്ന് മാർക്കറ്റിലേക്ക്, മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക്, ബന്ധുക്കളുടെ അടുത്തേക്ക്. ഇവയെല്ലാം യാത്രകൾ തന്നെയാണ്. അപ്പോൾ ഈ യാത്രകൾക്കിടയിൽ മുക്തിക്കായി ഏത് യാത്രയാണ് നിങ്ങൾ നടത്തിയത്? ഓരോ ആഴ്ചയും നിങ്ങൾക്കായി ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ ചില അധ്യായങ്ങൾ നിശ്ചയിക്കൂ. എന്നിട്ട് ഡയറിയിൽ സത്യസന്ധമായി എഴുതൂ, നിശ്ചയിച്ച കാര്യങ്ങൾ വായിച്ചോ ഇല്ലയോ എന്ന്. നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളുടെ കുറിപ്പുകൾ അതേ ഡയറിയിൽ തന്നെ എഴുതൂ. ഓരോ മാസവും ഭക്ഷണത്തിലെ ഏതെങ്കിലും ഒരു സാധനം ഉപേക്ഷിക്കണം. പകരം പുതിയൊരു സാധനം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വർഷാവസാനമാകുമ്പോഴേക്കും 12 കാര്യങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം. 12 പുതിയ കാര്യങ്ങൾ ശീലമാക്കിയിരിക്കണം. ഇത് ഭക്ഷണത്തിൽ മാത്രമല്ല, പാനീയങ്ങളുടെ കാര്യത്തിലും ബാധകമാണ്, പ്രത്യേകിച്ച് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളുടെ കാര്യത്തിൽ. ഇതുകൂടി ഒന്ന് കുറിച്ചു വയ്ക്കൂ. ഉപേക്ഷിക്കേണ്ടത് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല, മറ്റു ജീവികളെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ഉപേക്ഷിക്കണം. എല്ലാ ദിവസവും ലോകത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന്, ചരിത്രം, ശാസ്ത്രം, ഭൂമിശാസ്ത്രം, രാഷ്ട്രീയം, മതം, സോഷ്യോളജി, ആസ്ട്രോണമി, ആർക്കിയോളജി, ഇതിൽ ഏതെങ്കിലും ഒരു ദിശയിൽ നിന്ന് പുതിയൊരു അറിവെങ്കിലും നേടിയെടുക്കണം. ഓൺലൈനിൽ അറിവുകളുടെ വലിയ ശേഖരമുണ്ട്. വിക്കിപീഡിയ പോലുള്ള കാലത്ത് ഒരു കാര്യം തിരഞ്ഞുപിടിക്കാൻ 5 മുതൽ 15 മിനിറ്റ് വരെ മാത്രം മതിയാകും. എന്നും പുതിയൊരു കാര്യം പഠിക്കണം. ഏതെങ്കിലും ഒരു കായിക വിനോദത്തിൽ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ആരോടൊപ്പവും മികച്ച രീതിയിൽ കളിക്കാൻ കഴിയുന്ന തരത്തിൽ കഴിവ് നേടിയെടുക്കണം. ഫിസിക്കൽ സ്പോർട്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു കല വികസിപ്പിച്ചെടുക്കണം. അത് സംഗീതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദ്യോപകരണം വായിക്കുന്നതോ ആണെങ്കിൽ കൂടുതൽ നല്ലത്. പരിസ്ഥിതിയെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനായി ഏതെങ്കിലും അർത്ഥവത്തായ ക്യാമ്പയിനിൽ പങ്കാളിയാകൂ. നിങ്ങളുടെ പക്കൽ പണത്തിന് കുറവൊന്നുമില്ലെങ്കിൽ
ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും. ഏറ്റെടുക്കൂ. ഈ അവസാനത്തെ പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എവിടെയെങ്കിലും പണം നൽകി ഒഴിവാകണം എന്നല്ല. അതിന്റെ അർത്ഥം ആ കുട്ടിയുടെ മാതാപിതാക്കളെ പോലെ ആ കുട്ടിയുടെ വളർച്ച ശരിയായ രീതിയിലാണോ എന്ന് നിങ്ങൾ നോക്കണം എന്നാണ്. അല്ലാതെ ഇന്ന് കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു NGOയ്ക്കോ സ്ഥാപനത്തിനോ ഒരു തുക നൽകുക. അവർ ആ പണം കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകും. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജനിക്കാത്ത ഒരാളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയെപ്പോലെ നോക്കി വളർത്തണം. അതിനർത്ഥം കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നൊന്നുമില്ല. ആ കുട്ടി സ്വന്തം വീട്ടിൽ തന്നെയാണ് വളരുന്നതെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്നും വളർച്ചയുണ്ടാകുന്നുണ്ടെന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതുറപ്പാക്കാൻ പണം നൽകിയാൽ മാത്രം പോരാ. നിങ്ങൾ നിങ്ങളുടെ സമയം കൂടി അവർക്കായി നൽകേണ്ടി വരും.